ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി പത്മ നന്ദിനിയുടെ കഴിവെന്തെന്ന് തിരിച്ചറിയാൻ കേട്ടോ. CEO ആയ നന്ദിനിക്ക് ഒന്നിനും കഴിയില്ല എന്ന വിചാരമായിരുന്നു പത്മയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ പത്മയുടെ കമ്പനിക്കൊക്കെ ഏകദേശം തകർച്ച വന്നിരിക്കുന്ന സമയത്താണ് കേട്ടോ നന്ദിനി CEO ആവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞല്ലോ. അപ്പോൾ പുതിയൊരു സംരംഭം കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സമയമായിരിക്കും. ഈ സമയം അവിടെ പുതിയ സംരംഭം എന്ത് കൊണ്ടുവരാം എന്നെല്ലാവരും ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നന്ദിനി പറയുന്നത് മൺപാത്രം കൊണ്ട് കുക്കറി ചെയ്യാമെന്ന്. എന്നാൽ ഈ ഒരു കാര്യം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേട്ടോ. അത് ഒട്ടും ഇവിടെ വിശ്വസിക്കാനാവുന്നില്ല. ഈ പറയുന്ന വിജയിക്കും, അതുപോലെ തന്നെ ഇന്ദ്രജക്കൂട്ടോ, അതുപോലെ തന്നെ പത്മക്കും. പത്മ പുച്ഛിക്കുകയാണ്. അവൾ അടുക്കള പാത്രങ്ങൾ വെച്ചാണ് നമ്മുടെ കമ്പനിയിലെ പണി തുടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ തോട്ടക്കാരിയെ ഇങ്ങനെയുള്ള ചർച്ചയ്ക്ക് വിളിക്കാൻ നിങ്ങളുടെ മകൻ എന്താ ഭ്രാന്താണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇവിടെ സൂര്യ പറയണേ, എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം പറഞ്ഞെങ്കിൽ അത് കൈയടിക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റേതായ കഴിവുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, മൺപാത്രം കൊണ്ട് കുക്കർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഭാര്യ പറഞ്ഞെങ്കിൽ അത് വിജയിക്കട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം വിജയ് വന്നിട്ട് പറയണേ, എൻ്റെ ആൻറ്റി അവൾ അക്കാര്യം പറഞ്ഞപ്പോൾ കമ്പനിയിലെ ഒട്ടുമിക്ക സ്റ്റാഫുകളും അതുപോലെ തന്നെ എന്തിനും ഏതിനും ഒരു കാര്യം ചെയ്യുന്ന നമ്മുടെ മാനേജ്മെൻറ്റ് മൊത്തത്തിൽ എല്ലാവരും അത് കൈയടിച്ചല്ലോ. എൻ്റെ ആൻറ്റി അങ്ങനെയാണെങ്കിൽ ഞാനൊരു പുതിയൊരു സംരംഭത്തെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുന്ന പത്മ പറയണേ, ഓ എൻ്റെ മരുമകന് അത്രയും വലിയ കഴിവൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട് ആൻറ്റി, ഞാൻ പറയട്ടെ. അവൾ മൺപാത്രം കൊണ്ട് കുക്കർ പറഞ്ഞെങ്കിൽ നമുക്ക് മൺപാത്രം കൊണ്ട് ഒരു ഫ്രിഡ്ജ് തന്നെ നിർമ്മിച്ചാലോ. അത് കേട്ട ഉടൻ തന്നെ, ദേ ഇന്ദ്രജെ, നിൻ്റെ ഭർത്താവ് വെറുതെ എല്ലാ കിഴങ്ങനായി പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇനി വെറുതെ വിട്ടാൽ ഇയാൾ ശരിയാവില്ല. ഇയാളെ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ എന്തെങ്കിലും ചെയ്തു പോകും. അതുകൊണ്ട് ഇയാളെ നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പെട്ടെന്ന് മാറ്റി നിർത്തുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ചോദിക്കുകയാണ്, അല്ല അവളിപ്പോൾ മൺപാത്രം കൊണ്ട് ഒരു കുക്കർ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിലോ അത് പറഞ്ഞപ്പോൾ ആർക്കും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. അതിന് മാത്രം തെറ്റായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. അതുപോലെ ഫ്രിഡ്ജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്ദ്രജ, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അവൾ മൺപാത്രം കൊണ്ട് കുക്കറാത്ര, അതിന് കൈയടിപ്പിക്കാൻ കമ്പനിയിലെ പൊട്ട സ്റ്റാഫുകളും അവർക്കൊന്നും ബുദ്ധിയില്ല എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ ഒന്നും തന്നെ മിണ്ടുന്നില്ല. പത്മക്കതൊരു പുച്ഛത്തോടു കൂടിയാണ് പത്മ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം എന്തായാലും അവൾ എവിടെ വരെ പോകുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇവരുടെ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി പണമൊക്കെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സംരംഭത്തെക്കുറിച്ചിട്ടുള്ള ഫ്ലെക്സും കാര്യങ്ങളും അടിച്ചു തുടങ്ങുകയാണ്. ഇനി മുതൽ അടുത്ത മാസം മുതൽ നമ്മുടെ കമ്പനിയിൽ മൺപാത്രം കൊണ്ട് കുക്കറുകൾ ഇനി ഉണ്ടാവുമെന്ന് പറഞ്ഞുള്ള ഫ്ലെക്സ് ഇടുകയാണ്. സോഷ്യൽ മീഡിയയിൽ വേറെ കൊടുക്കുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. എന്നാൽ ആ ഒരു പേജിനെ ഫോളോ ചെയ്തു പലവരും നല്ല ഐഡിയ ആണ്, ഇങ്ങനെയുള്ള ഐഡിയകളുമായി മുന്നോട്ട് വരണം, എത്രയോ അസുഖങ്ങളൊക്കെ കുറവ് കിട്ടും ഈ ഓരോ പാത്രങ്ങളിൽ ഓരോന്ന് ചെയ്യുമ്പോൾ, ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. എന്തായാലും ഈ കമ്പനിക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കമൻറ്റുകൾ വന്നു തുടങ്ങിയിട്ടോ. ഉറക്കം കെടുത്തുന്ന ആ കമൻറ്റുകൾ പിന്നീട് മനസ്സിന് പേടിയായി തുടങ്ങുകയാണ് ഇവർക്കൊക്കെ കേട്ടോ. ഉടനെ തന്നെ മമ്മി ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ ഓടി വരികയാണ് കേട്ടോ ഈ പറയുന്ന പത്മയുടെ അരികിലോട്ട്. എന്താടി, ദേ ഈ കമൻ്റ് ഒന്ന് വായിച്ചു നോക്ക്, ജനങ്ങളൊക്കെ ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. മമ്മി പറയുന്നത് പോലെ തള്ളിയിരിക്കുകയല്ല, അവളുടെ ഈ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേട്ടോടെ തന്നെ പത്മ പറയണേ, എടി അങ്ങനെയുള്ള ക്യാപ്ഷൻ അടിപൊളിയാണ്, പക്ഷേ ആ സാധനം ഇറക്കിക്കഴിഞ്ഞ ഒരാൾ തന്നെ വാങ്ങില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് കേട്ടിട്ട് സൂര്യ അങ്ങോട്ടേക്ക് കടന്നു വരണം. എൻ്റെ ഭാര്യയെ എല്ലാവർക്കും കളിയൊക്കെ എളുപ്പമാണ്, പക്ഷേ എൻ്റെ ഭാര്യ ഒരു നാട്ടുമ്പുറത്തുകാരിയാണെന്നും അതുപോലെ തന്നെ ഒരു തെങ്ങും തോപ്പിൽ പണിയെടുക്കുന്നവളാണെന്നും എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുമായിരിക്കും. പക്ഷേ പുച്ഛിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവളിലുമുണ്ട് ഒരുപാട് അറിവ്. ഈ കോടീശ്വരിയായി എന്ന് പറയുന്ന അളകനന്ദയിലെ പത്മയും മക്കളും AC-യിൽ ഇരുന്ന് ചൂടും വിയർപ്പും ഒന്നും അറിയാതെ അതൊന്നും അറിയാതെ
ചെയ്യാതെ ജീവിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തലബുദ്ധികളൊന്നും തോന്നില്ല. അവർക്കൊക്കെ ഈ ഒരു സ്റ്റീൽ പാത്രം പറ്റില്ല, മൺപാത്രം പറ്റില്ല, ഇതൊക്കെ പറഞ്ഞാൽ അറപ്പാണ്. എന്നാൽ ഇന്ന് കാലം മാറി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഡാഡിയില്ല. ഇവനെ ഓരോന്ന് ചെയ്തു വെക്കുന്നത് നിങ്ങൾ നിൽക്കേണ്ട. പത്മയാണ് ഇത്രയും കാലം ഈ കമ്പനി കൊണ്ടുകിടന്നത്. പത്മയാണ് ഇന്ന് ഈ കമ്പനി വളർച്ചയിലോട്ട് എത്തിച്ചത്. ഞാൻ ഒരിക്കലും ഇതിന് നിൽക്കില്ല. ഇവിടെ ഒരു നഷ്ടം സംഭവിച്ചാൽ ഇവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതിന് തെങ്ങും തോപ്പ് ഇവൾക്ക് വേണ്ടേ, ഇവൾക്ക് അങ്ങോട്ട് കൊടുക്കണം, അത്രയല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ നന്ദിനിക്ക് വിഷമമാവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ ഒരു സംരംഭത്തിൻ്റെ ആ ഒരു പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. നന്ദിനിയുടെ ഉള്ളിൽ പിടച്ച് തുടങ്ങി, ടെൻഷനായി തുടങ്ങി. ഈശ്വര, ഞാനൊരു പൊട്ടബുദ്ധിയിൽ അപ്പോൾ സൂര്യ സാറിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. പക്ഷേ പത്മ മേഡം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു സൂര്യ സാർ. ഇത് വേണ്ടായിരുന്നു, ഇതിന് ഇത്രയും പണം മുടക്കണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം സൂര്യ പറയണേ, നീ കേട്ടില്ലേ, എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇഷ്ടം പോലെ പണം ഇറക്കണം, എന്നാൽ മൺപാത്രങ്ങൾക്ക് അത്ര പണം വേണ്ടടോ. താൻ അത് മനസ്സിലാക്കുക. മണ്ണ് കൊണ്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നതിനും, നോൺ സ്റ്റിക്ക്, അതുപോലെ അലുമിനിയം കുക്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒത്തിരി പണം ഇറക്കണം, എന്നാൽ ഇതിനത് വേണ്ടടോ. അവിടെ ഇറക്കുന്നതിൻ്റെ ഭാഗം പോലും ഇവിടെ ഇറക്കണ്ട, അതാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ ആ ഡേറ്റ് വന്നെത്തുകയാണ്, ആ ദിവസം വന്നെത്തുകയാണ്, തടിച്ചു കൂടുകയാണ് കമ്പനിയിൽ. അതിൻ്റേതായ ആ ഒരു സംരംഭം, അതായത് നന്ദിനി പറഞ്ഞ മൺപാത്രം കൊണ്ടുള്ള കുക്കറുകൾക്ക് വിപണിയിൽ തന്നെ അവരുണ്ടാക്കുന്നത് വിറ്റൊഴിക്കുന്ന ആ ഒരു ഇതായി മാറുകയാണ്. എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ്, എല്ലാവർക്കും അതിനോട് വലിയ പ്രിയം തോന്നുകയാണ്. ഇതാര് കണ്ടെത്തി, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ ഇത്രയും നല്ല ഐഡിയ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യാവാണ്. അങ്ങനെ നന്ദിനിയെ തിരക്കി മീഡിയക്കാർ എത്തുകയാണ്. ഇതേ സമയം സൂര്യ ഇത് കണ്ടിട്ട് എൻ്റെ ഭാര്യയുടെ കഴിവെന്താണെന്ന് അറിയട്ടെ, പലവരും എൻ്റെ ഭാര്യയെ പുച്ഛിച്ചിട്ടുണ്ട്, മൺപാത്രം കൊണ്ട് കുക്കർ ചെയ്യുക എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയെ കുറച്ച് പേർ കളിയാക്കിയിട്ടുണ്ട്, വേലക്കാരി എന്നും അതുപോലെ തന്നെ നാട്ടുംപുറത്തുകാരിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മീഡിയയിൽ തന്നെ പബ്ലിക്കായി സൂര്യ ഇത് പറയുമ്പോൾ, മമ്മി നമ്മളിത് നോക്കി നിൽക്കണ്ട, തീർച്ചയായും മമ്മിയുടെയും എൻ്റെയും പേര് എടുത്തിടാൻ പോലും സൂര്യ മടിക്കില്ല, അതുകൊണ്ട് മാറി നിൽക്കുകയാണ് നല്ലത്. ഇതേസമയം വിജയ് വന്നിട്ട് പറയണേ, ആൻറ്റി എത്ര പറഞ്ഞാലും മതി വരില്ല, നമ്മുടെ കമ്പനി ഇപ്പോൾ ഏകദേശം ഒരു 8 വർഷത്തോളമായി വളരെ ബാക്കിലോട്ടായിരുന്നു, എന്നാൽ ആ 8 ദിവസത്തിൻ്റെ ഉള്ളിൽ 8 വർഷമല്ല 18 വർഷത്തിൻ്റെ അത്രയും ലാഭമാണ് ഇപ്പോൾ ഈ നന്ദിനിയുടെ ഈ ഒരു ക്യാപ്ഷൻ കൊണ്ട് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അവളുടെ ബുദ്ധി അപാരമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ പത്മ അവിടെ ഇരിക്കുന്ന ഫ്ലവർ കൂജ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. മൺപാത്രത്തിൽ കുക്കർ ചെയ്യുക എന്നുള്ളത് ഇത്ര വലിയ അപാര ബുദ്ധിയാണ്. എൻ്റെ ആൻറ്റിക്ക് ദേഷ്യം വന്നാൽ ഇല്ലെങ്കിൽ ഉള്ളതുപോലെ പറയണല്ലോ. അവളുടെ ആ കഴിവിനെ ജനങ്ങൾ മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ആൻറ്റി അത് മനസ്സിലാക്കണം, ആൻറ്റി അത് ഇനി കണ്ടില്ലെന്ന് നടിക്കരുത്. കാരണം അവളുടെ ഈ സംരംഭം കമ്പനിയെ തന്നെ വളരെ വലിയ ഉയർച്ചയിലോട്ടും, അതുപോലെ തന്നെ മറ്റ് കമ്പനിക്കാർ അവളുമായി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അവളൊരു പക്ഷേ ഈ ഒരു സംരംഭം കൊണ്ടുവന്നതിനെ തുടർന്ന് പല രാജ്യങ്ങളിലോട്ടും വിദേശത്തോട്ട് തന്നെ അവൾ പറക്കുമോ, ഇതൊക്കെ കേൾക്കുന്ന ഇന്ദ്രജ പറയണതേ, മനുഷ്യനെ അല്ലെങ്കിൽ തന്നെ ഭ്രാന്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള ചൊറിഞ്ഞ സംസാരം ഉണ്ടല്ലോ, അത് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് ഇന്ദ്രജ പറയാനായിട്ട്. അങ്ങനെ നന്ദിനി സോഷ്യൽ മീഡിയയിൽ ആ വലിയ പോസ്റ്റിലോട്ട് എത്തിക്കേറാണ്. ആളുകളുടെ എല്ലാം ഇഷ്ടപ്പെട്ട നന്ദിനിയായി മാറുമ്പോൾ പത്മയ്ക്ക് സഹിക്കില്ല കേട്ടോ.